ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് കടയിലൊക്കെ കിട്ടുന്നത് പോലത്തെ അടിപൊളി ടേസ്റ്റുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിപ്പോൾ പ്രത്യേകിച്ച് ഓരോ സ്റ്റെപ്പും നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ വലിയ പരിപ്പാണ് നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. അത് ഒരു 6 മണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായി വൃത്തിയായിട്ട് കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് അടിച്ചെടുക്കണം. എന്നാൽ ഒരുപാട് ഭയങ്കരമായിട്ട് അങ്ങ് അരഞ്ഞും പോകണ്ട, എന്നാൽ ഒരുവിധം അരയുകയും വേണം. ആ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇടയ്ക്ക് ചില പരിപ്പൊന്നും ഇതുപോലെ മുഴുവനേ ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അത് ഇതുപോലെ കിടക്കുമ്പോൾ നമ്മൾ പരിപ്പോടെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഈ അരച്ച് വെച്ചേക്കുന്ന പരിപ്പിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ സവാള ഇല്ലെങ്കിൽ കുഞ്ഞുള്ളി അരിഞ്ഞതാണേലും, കുഞ്ഞുള്ളിയാണ് ഏറ്റവും നല്ലത്. കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സവാള എടുത്താലും മതി. അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കരിയാപ്പല ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ തന്നെ നമ്മൾ വറ്റൽമുളകാണ് എടുക്കേണ്ടത്. വറ്റൽമുളക് ഇല്ലാത്തത് കൊണ്ട് നല്ല പഴുത്ത ഒരു പച്ചമുളക് ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടു. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ വട ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക്, അതായത് ഇവിടെ ഞങ്ങൾ ചീനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത്, ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ പരിപ്പ് വട ഓൾറെഡി നമ്മൾ ഇളക്കി വെച്ചേക്കുന്നുണ്ടല്ലോ, അത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ പരിപ്പ് വടയുടെ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് ഓരോന്നായിട്ട് നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഓരോ പരിപ്പ് ഈ നമ്മളുണ്ടാക്കിയ ഇത് ഇട്ട് കൊടുക്കാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇട്ട ഉടനെ പരിപ്പ് എടുത്ത് തിരിച്ച് ഇടേണ്ട കാര്യമില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ബ്രൗണിഷ് കളർ ആവുന്ന സമയത്ത്, ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ ആവുന്ന സമയത്താണ് നമ്മളിത് തിരിച്ചിടുന്നത്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം. നമ്മളെടുക്കുന്ന പാത്രത്തിനനുസരിച്ചാണ് നമ്മളുണ്ടാക്കുന്ന വടയുടെ ആ ഒരു എണ്ണം ഇടാൻ പറ്റുന്നത്. ഞാൻ എടുത്തേക്കുന്ന ചീനിച്ചട്ടിക്ക് അല്പം വലുപ്പമുള്ളതായതുകൊണ്ട് തന്നെ 5 എണ്ണം അറ്റ് എ ടൈമിൽ നമുക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാലൻസ് ഉള്ള പരിപ്പും കൂടെ വെച്ചിട്ട് ബാക്കി വടയും കൂടെ അങ്ങ് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ കിട്ടുന്ന അതേ സെയിം ടേസ്റ്റാണ്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ പരിപ്പ് വട ഉണ്ടാക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും പൊടികളോ ഒക്കെ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലും കൂടെ ആയിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.